നമസ്തേ. നമ്മുടെ കുംഭമാസത്തിലെ ചതയമാണെന്ന്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ശാഖയിലും നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിലൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് നടന്ന നമ്മുടെ പദയാത്ര നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന ആദ്യ പദയാത്ര മറിയപ്പള്ളി ശാഖയിൽ നിന്നാണ്. അന്ന് നമ്മളിവിടെ ഒരു ചെറിയ മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. നമ്മുടെ യൂണിയനിൽ നിന്ന് പഠന കേന്ദ്രത്തിൻ്റെ ചെയർമാനും കൗൺസിൽ അംഗങ്ങളും വൈസ് ചെയർമാനും മേഖലാ ചെയർമാന്മാരും ഒക്കെ ഇവിടെ സംബന്ധിക്കുകയുണ്ടായി. അതിൻ്റെ പ്രാധാന്യം, ഈ പദയാത്രയുടെ പ്രാധാന്യം കൊണ്ടാണ് അവരൊക്കെ ഇവിടെ എത്തിച്ചേർന്ന. ആദ്യത്തെ പദയാത്രയിൽ നമ്മളന്ന് ഗുരുദേവൻ അരുളി ചെയ്ത ശിവഗിരി തീർത്ഥാടനത്തിന് പങ്കെടുത്ത 5 മഞ്ഞക്കിളികൾ നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ഈ നാഗമ്പടം പദയാത്രയിലോട്ട് മറിയപ്പള്ളി ശാഖയിൽ നിന്ന് ഏതാണ്ട് 500-നടുത്ത് എൻ്റെയും ഒരു നിയന്ത്രണവും ഇല്ലാതെ നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ 2 ചാനലിൽ കൂടെയൊക്കെ നമ്മുടെ ശാഖായോഗത്തിൻ്റെ ചാനലും ഞാനൊരു ചാനലൊക്കെ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കി അറിയാം, എല്ലാവരും നല്ല ചിട്ടയോടെയും ഭക്തിയോടെയും കൂടി പങ്കെടുത്ത് ആരുടെ ഒരു നിയന്ത്രണവും ഇല്ലാതെ അതൊരു വൻ വിജയമായിരുന്നു. അതിന് ശാഖായോഗത്തിലെ എല്ലാ അംഗങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ പഠന കേന്ദ്രത്തിൻ്റെ കൗൺസിൽ അംഗവും കൂരോപ്പട ശാഖയിലെ സെക്രട്ടറിയും നമ്മളൊരു ധർമ്മപ്രചാരകനുമായ രാജീവ് കൂരോപ്പടയാണ് ഇന്നിവിടെ പ്രഭാഷണം പറയുവാൻ എത്തിയിരുന്നത്. പ്രിയപ്പെട്ട രാജീവ് കൂരോപ്പടയെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. ശ്രീനാരായണ പരമഗുരവേ നമഃ. വർക്കലേശ്വരി ശാരദി കരുവിന് കണ്ണുകൾ അംശമുള്ളടക്കി തിരുതര വീണ് വണങ്ങി പോയിടുന്നു. ഭഗവാനെ ഏറെ സമാരാധ്യരായിട്ടുള്ള അതിലേറെ ഗുരുവിൻ പ്രിയരായിട്ടുള്ള 26-ാം നമ്പർ ശ്രീനാരായണ ധർമ്മപരിപാലന ശാഖയിലെ ധർമ്മ സന്തതികളാകുവാൻ സുഹൃതം ചെയ്ത പുണ്യജന്മങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ശാഖയുടെ സമാരാധ്യനായ പ്രസിഡന്റ്, ശാഖയുടെ സമാരാധ്യനായ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ശാഖയുടെ ഏറെ പ്രിയങ്കരായ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾ, നാഗമ്പടം ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രത്തിൻ്റെ കൺവീനറായിട്ടുള്ള ഏറെ ബഹുമാന്യനായ പ്രിയങ്കരനായ രഞ്ജിത്ത്, എല്ലാവർക്കും വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും ഒക്കെ ഭാരവാഹികൾക്ക് ഓരോരുത്തരെയും പേരെടുത്ത് പറയേണ്ടതാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കുംഭമാസത്തിലെ ഈ കൊടിയ ചൂടിൽ നമ്മളിവിടെ ഇത്തരത്തിലിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കുളിർമ വളരെ വലുതാണ്, അല്ലേ? നിങ്ങളുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെല്ലാം കൈയൊന്ന് നീട്ടിപ്പിടിച്ച് നോക്കിക്കേ. നിങ്ങളെല്ലാം കൈയൊന്ന് നീട്ടിപ്പിടിച്ച് ചുമ്മാ കൈയൊന്ന് നീട്ടിപ്പിടിച്ചിട്ട് കയ്യിലോട്ടൊന്നും ചുമ്മാ നോക്കിക്കേ. ഞാനൊരു പറയുന്ന കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് നോക്കിയാൽ മതി. ഗുരു തൃപ്പാദങ്ങൾ, ഗുരുവിൻ്റെ കർമ്മകാണ്ഡത്തിലെ പദ്ധതികൾ, ഏറെ ശ്രദ്ധേയമായ പദ്ധതികൾ മുഴുവൻ ആവിഷ്കരിച്ചിട്ടുള്ളത് ശിവരാത്രി നാളിലാണ്, അല്ലേ? ഗുരുവിൻ്റെ സമഗ്രമായ സമഗ്രമായ ജീവിത സങ്കല്പമാണ് ശിവഗിരി തീർത്ഥാടനം. നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? ഗുരുവിൻ്റെ സമഗ്രമായ ജീവിത സങ്കല്പമാണ്. ഗുരു
മഹാസമാധി പ്രാപിക്കുന്ന ആ കാലഘട്ടത്തോട് അനുബന്ധിച്ച് ഗുരുവിൻ്റെ തിരു അവതാര ശരീരം ഉപേക്ഷിക്കുവാനായി തിരഞ്ഞെടുത്ത ആ ഒരു വർഷത്തിൽ അതിൻ്റെ തുടക്കത്തിലാണ് ഗുരു തൻ്റെ ശരീര ജീവിതകാലത്തെ ഏകദേശം 73 വയസ്സ് കാലത്തെ ആ ജീവിതചര്യയുടെ സമഗ്രമായ ജീവിത സങ്കല്പം നമുക്ക് മുന്നിൽ ശിവഗിരി തീർത്ഥാടനത്തിലൂടെ യാഥാർത്ഥ്യമാക്കി തരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ശിവഗിരി തീർത്ഥാടനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഗുരു തിരഞ്ഞെടുത്ത പുണ്യഭൂമി നാഗമ്പടമാണ്. ശിവഗിരി തീർത്ഥാടനം യാഥാർത്ഥ്യമാക്കുന്നതോടനുബന്ധിച്ച് നാഗമ്പടത്തെ ആ പുണ്യ തേന്മാവിൻ ചുവട്ടിൽ ഗുരു ശിവഗിരി തീർത്ഥാടനം എന്നുള്ള ആ സങ്കല്പത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഒക്കെ മറുപടി നൽകിക്കൊണ്ട് ആ തീർത്ഥാടനം അരുളി ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിൽ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും കിട്ടൻ റൈറ്ററും പിന്നെ ഗുരുവിൻ്റെ സമീപത്ത് നിന്ന നരസിംഹ സ്വാമികളുമുണ്ട്. പക്ഷേ ഈ വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യന്റെയും കിട്ടൻ റൈറ്ററുടെയും പിറകിലായി ഒരു 10-100 പേരോളം നിന്നിരുന്നു എന്നുള്ളതാണ് ചരിത്രം. പ്രിയപ്പെട്ട എൻ്റെ പൂർവ്വ സുഹൃത്തുക്കളെ, മറിയപ്പള്ളിയിലെ സുഹൃത്തുക്കളിൽ അതിൽ 50% ആളുകളും യാതൊരു സംശയവുമില്ലാതെ പറയാൻ പറ്റും മറിയപ്പള്ളിയിൽ നിന്നുള്ളവരാകാം. നമ്മൾ ചിന്തിച്ചു നോക്കണം. SNDP യോഗം കോട്ടയം യൂണിയന്റെ പ്രഥമ നമ്പറിൽ ലഭിച്ചിട്ടുള്ള ഗുരു 1928 ജനുവരി മാസം 16-ാം തീയതി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ 108 ശാഖകൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ അതിൽ SNDP യോഗം കോട്ടയം യൂണിയനായി പിന്നീട് തിരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിലെ പ്രഥമ ശാഖയാകാൻ നമ്പറിൽ ലഭിച്ച ശാഖയാണ് മറിയപ്പള്ളി 26-ാം നമ്പർ ശാഖ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്, തീർച്ചയായും ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത, പേരറിയത്തില്ലാത്ത പൂർവ്വ ജന്മ സുഹൃത്തുക്കളുടെ പുണ്യപ്രദേശമാണ് ഈ മറിയപ്പള്ളി എന്ന് പറയുന്നത്. കിട്ടൻ റൈറ്ററുടെയും വല്ലഭശ്ശേരിയുടെയും പുറകിൽ ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പായും ഗുരുവിന്റെ നിയോഗത്താൽ ഗുരു ആ സാക്ഷ്യം ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുന്ന സമയത്ത് ഉറപ്പായും തീർച്ചയായും മറിയപ്പള്ളിയിൽ നിന്നുള്ള ഒന്നിലധികം ആളുകൾ ആ തേന്മാവിൻ ചുവട്ടിൽ ഉണ്ടായിരിക്കുമെന്നുള്ള ജന്മസുഹൃതം, ആ പൂർവ്വ സുഹൃതികളെ നമിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ആ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുത്ത പുണ്യ ഭൂമിയിലേക്ക് നടത്തിയ ആദ്യ പദയാത്രാ സംഘത്തെ ഏറ്റവും അധികം സ്നേഹം നിറഞ്ഞ ഭാഷയിൽ, ഹൃദയം നിറഞ്ഞ ഭാഷയിൽ, അതിലെല്ലാം ഉപരി ബഹുമാന പുരസ്സരം ആ ദിവ്യമായ കർമ്മത്തെ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ആദ്യമേ തന്നെ ഉപയോഗിക്കുകയാണ്. നാഗമ്പടം ശിവഗിരി തീർത്ഥാടനം അനുമതി കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ മിനിസ്റ്റർ നാഗമ്പടത്തെ മണ്ണിൽ മിനിസ്റ്റർക്ക് സ്വീകരണം നൽകിയ സമയത്ത് പറഞ്ഞൊരു മറുപടി പ്രസംഗത്തിലെ ഒരു പ്രധാന വാചകമുണ്ട്. നമ്മളൊക്കെ അതൊക്കെ സൂക്ഷ്മമായി ചിന്തിച്ചു കഴിയുമ്പോഴേ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. നാഗമ്പടം ശിവഗിരി തീർത്ഥാടനം അനുമതി കൊടുത്ത ആ പുണ്യമണ്ണിനെ നാഗമ്പടം അന്തർദേശീയ ആഗോള തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് 2 കോടി രൂപ സംസ്ഥാന സർക്കാർ നമുക്ക് നൽകിയുണ്ടായി. നമ്മളെല്ലാവരും അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ, അതിൻ്റെ ആ ഒരു ആഹ്ലാദത്തിൽ നിലകൊണ്ടപ്പോൾ ആ മറുപടി പ്രസംഗത്തിൽ ഏറെ ബഹുമാന്യായ മന്ത്രി പറയും, ഇതിലെല്ലാം അപ്പുറമാണ് ഇതിന്റെ പ്രശസ്തി എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. നമ്മൾ ആർക്കും അതിന് മറുപടി കൊടുക്കുവാൻ പറ്റിയില്ല. അപ്പോഴാണ് മന്ത്രി തന്നെ അതിന് മറുപടി പറഞ്ഞത്, ഒരു അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഒരു മന്ത്രിസഭ പ്രഖ്യാപിക്കുമ്പോൾ നിയമസഭയുടെ അനുമതിയോടുകൂടി, ഭരണനിർവഹണ കേന്ദ്രത്തിന്റെ അനുമതിയോടുകൂടി അത് പ്രഖ്യാപനം നടത്തുമ്പോൾ നിങ്ങൾ നൽകിയ അപേക്ഷ പ്രകാരമുള്ള കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് അതിനെ കുറിച്ചുള്ള വിധി നിർണയം നടത്തുമ്പോൾ അത് നിയമസഭയുടെ
രേഖകളിൽ അത് കടന്നുകൂടുകയാണ്. അത് ചരിത്രമായി മാറുകയാണ്. ഇവിടെ ആ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള മറിയപ്പള്ളി ശാഖയുടെ സെക്രട്ടറി ശ്രീ സൈഞ്ചു ക്യാപ്റ്റനാക്കിക്കൊണ്ട്, ഇവിടെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ 500-ലധികം ഗുരുവിൻ പ്രിയമക്കളെ പങ്കാളികളാക്കിക്കൊണ്ട് നടത്തിയ ആ നാഗമ്പടം തീർത്ഥാടന പദയാത്ര ചരിത്രരേഖയിൽ ഭാഗം പിടിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഇവിടെ മറിയപ്പള്ളിയുടെ ഏറെ ബഹുമാന്യരായിട്ടുള്ള ശാഖയുടെ ഭാരവാഹികൾ, ഇതൊരു പെട്ടെന്ന് വന്ന ആശയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഗുരുവിന്റെ ഒരു നിശ്ചയമാണ്. ഗുരുവിന്റെ നിശ്ചയപ്രകാരം ഇവരിൽ ആരുടെയോ മനസ്സിൽ തോന്നി അതൊരാശയമായി ഈ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അതൊരാശയമായി. ആ ആശയം ഇവർ പിന്നീട് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി രേഖാമൂലം കോട്ടയം യൂണിയന് ശ്രീനാരായണ ധർമ്മപരിപാലന ശാഖായോഗം 26-ാം നമ്പർ മറിയപ്പള്ളി ശാഖയുടെ ലെറ്റർ ഹെഡില് എഴുതി തയ്യാറാക്കിയ അനുവാദം ചോദിച്ചുകൊണ്ടുള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോ കോട്ടയം യൂണിയൻ SNDP യോഗവും കോട്ടയം യൂണിയനുമൊക്കെ ഈ അപേക്ഷ പരിശോധിച്ച് അതിന് അനുമതി നൽകിയപ്പോ ഇനി എത്ര തീർത്ഥാടനം അതിനു മുമ്പ് നടന്നാലും അതിനുശേഷം നടന്നാലും അപേക്ഷ കൊടുത്തുകൊണ്ട് അനുമതിക്ക് അഭ്യർത്ഥന നടത്തിക്കൊണ്ട് ഒരു ശാഖയുടെ കത്ത് കിട്ടി, അനുവാദം കിട്ടി, ഔദ്യോഗികപരമായി അംഗീകരിക്കപ്പെട്ട ഒരു തീർത്ഥാടനമായി മാറിയിട്ടുള്ളത് തീർച്ചയായും 26-ാം നമ്പർ മറിയപ്പള്ളി ശാഖയുടെ തീർത്ഥാടനം തന്നെയാണ്. അതാണ് നിയമസഭാ രേഖയിൽ എങ്ങനെയാണോ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുത്ത നാഗമ്പടത്തെ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള ചട്ടവട്ടങ്ങൾ നടക്കപ്പെട്ടത്, അതേ മാതൃകയിൽ തന്നെയാണ് നമ്മുടെ ഈ പുണ്യഭൂമിയുടെ ഈ പുണ്യം നുകരുവാനായിട്ട് മറിയപ്പള്ളിക്കാർക്കും ഭാഗ്യം കിട്ടുന്നത്. ഇനി നിങ്ങളുടെ കൈയൊന്ന് നോക്കിക്കേ, എല്ലാം എഴുന്നേറ്റ് നിൽപ്പുണ്ടോ? ഞാൻ ഇവിടെ വന്നിട്ട് ഇത് പറഞ്ഞതിന്റെ പേരിൽ എന്റെ കയ്യിൽ 5-6 രോമം പൊങ്ങി നിൽപ്പുണ്ട്. അത്ര സുഹൃതികളാണ് നിങ്ങൾ, അത്ര സുഹൃതികളാണ്. ഇതൊക്കെ ഒരു കർമ്മ പദ്ധതിയുടെ ഭാഗമാണ്. ഞാൻ അന്നിവിടെ പറയുകയുണ്ടായി, ധർമ്മസന്തതികളെ, സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതാണ്, ധർമ്മസന്തതികളെ നിങ്ങൾ ഉണരുവിൻ, നിങ്ങളിൽ വിശ്വം ജയിക്കാനുള്ള മംഗള മഹാശക്തി ഉറങ്ങിക്കിടക്കുന്നു, ഉണർന്ന് സജ്ജരായി മുന്നോട്ട് പായുവിൻ, തകർന്ന് തരിപ്പണമാവട്ടെ തടസ്സങ്ങൾ. ശ്രീനാരായണ ധർമ്മപ്രസ്ഥാനത്തിന്, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിനെ അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന്റെ ഉണർത്തുപാട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോ നിയമത്തിന്റെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളുകളെ കൊടിയ പീഡനങ്ങളും സംരക്ഷണങ്ങളും കൊടുക്കാത്ത രീതിയിൽ മർദ്ദിച്ചവശരാക്കിക്കൊണ്ട് കടുത്ത പിഴകൾ ചുമത്തിക്കൊണ്ടിരുന്നപ്പോ സഹോദരൻ അയ്യപ്പൻ അവിടെ കൂടിയിരുന്ന ധർമ്മസന്തതികളായിട്ടുള്ള ഗുരുവിൻ പ്രിയരായിട്ടുള്ള മക്കളോട് ഉണർത്തുപാട്ടിന് വേണ്ടി സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു കൊടുത്തതാണ്, ധർമ്മസന്തതികളെ നിങ്ങൾ ഉണരുവിൻ, തകർന്ന് തരിപ്പണമാവട്ടെ തടസ്സങ്ങൾ തകർന്ന് തരിപ്പണമാക്കുക എന്നുള്ളതാണ് ഈ ധർമ്മസന്തതികളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിച്ച നിങ്ങളെ ഏവരെയും ആദ്യമേ തന്നെ ഒരിക്കൽ കൂടി മനസ്സാ അനുമോദിച്ചുകൊണ്ട് അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത പൂർവ ജന്മസുഹൃതം കൊണ്ട് ഈ ശാഖയുടെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗമാകുവാനും ശാഖയുടെ ഔദ്യോഗിക ഭാരവാഹികളാകാനും ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ശാഖയുടെ ഭാരവാഹികളെയും വനിതാ സംഘത്തിന്റെയും യൂത്ത് മൂവ്മെന്റിന്റെയും ഭാരവാഹികളെയും, അതിലെല്ലാം ഉപരി ഭഗവാൻ ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയും ഈ അവസരത്തിൽ, കാരണം നമ്മളുടെ മക്കളുടെ കർമ്മം കൊണ്ടാണ് മാതാപിതാക്കൾ യശസ്സിലാകുന്നത്, അല്ലേ? അപ്പോ ഈ മാതാപിതാക്കൾ, ഈ കമ്മിറ്റി അംഗങ്ങളുടെ, ഈ വനിതാ സംഘത്തിന്റെ, ഈ യൂത്ത് മൂവ്മെന്റിന്റെയൊക്കെ ഭാരവാഹികളായിട്ടുള്ളവരുടെ അച്ഛനും അമ്മയും യശസ് പ്രാപിച്ചിരിക്കുമല്ലേ? ആണോ? അതാണ് സുഹൃതം. ശ്രീനാരായണ ധർമ്മം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് കഴിഞ്ഞ ശിവരാത്രി നാളിൽ.
ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഇനി കുംഭമാസത്തിലെ ചതയ ദിനമാണെന്ന്, പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷമാണ്. ഒട്ടനവധി സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് മറിയപ്പള്ളി ശാഖ ഇന്ന് ശാഖയുടെ അംഗങ്ങളുടെ മാത്രമല്ല, കോട്ടയം യൂണിയനിലെ വിവിധ ശാഖയിലെ ശാഖാ ഭാരവാഹികളുടെയും സാധാരണക്കാരായിട്ടുള്ള ശാഖ അംഗങ്ങളുടെയും മനസ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കാരണം ഇന്ന് ഞൊടിയിടയിൽ നമ്മുടെ വാർത്തകൾ പരസ്പരം അറിയുകയാണ്. വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, സോഷ്യൽ മീഡിയയുണ്ട്, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും നൂതനമായ ആവിഷ്കാരങ്ങളെല്ലാം ഉണ്ട്. ഒരു സ്ഥലത്ത് ഒരു വാർത്ത നടന്നു കഴിഞ്ഞാൽ, ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അത് ഞൊടിയിടയിൽ നല്ലതോ ചീത്തയോ ആയിക്കൊള്ളട്ടെ അങ്ങ് ദൂരെ കിലോമീറ്ററുകൾ അല്ലെങ്കിൽ എന്താ പറയുക രാജ്യങ്ങൾക്കപ്പുറം വരെ എത്തുന്ന രീതിയിലേക്ക് ആ നിമിഷം തന്നെ എത്തുകയാണ്. അങ്ങനെ പ്രചാരം നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശാഖയുടെ ഇന്നത്തെ ഈ ഒരു എന്താണ് പറയുക ആവിഷ്കാരം, ഇതിനൊക്കെ നമുക്ക് പ്രചോദനമായത്, തുടക്കം ലഭിച്ചത് എവിടെ നിന്നാണ്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ എല്ലാ മനസ്സിൽ ഗുരുവിന്റെ ചരിതം നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഗുരുവിന്റെ ഒരു ഛായയുണ്ട്, ഒരു രൂപമുണ്ട്. എത്തരത്തിലുള്ളതാണ് ഗുരുവിന്റെ ഒരു രൂപം, സങ്കല്പം നമ്മുടെ മനസ്സിൽ വിഗ്രഹ രൂപത്തിൽ വരുന്നത്? ഗുരുവിന്റെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയുള്ളതാണ്? കഷണ്ടി, നരച്ച താടി, അല്ലേ? നമ്മളൊരു വേറിട്ടൊരു സങ്കല്പത്തിലേക്ക് നമ്മുടെ ഒരു ചിന്തയെ ഒന്ന് കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ എല്ലാം മനസ്സിൽ ഉണ്ണിക്കണ്ണനുണ്ടോ? ബാലസുബ്രഹ്മണ്യനുണ്ടോ? ഉണ്ടോ? ഉണ്ണി യേശു ഉണ്ടോ? ഉണ്ടോ? മുത്ത് നബി കേട്ടിട്ടുണ്ടോ? ഇതെല്ലാം ഇവരുടെ മനസ്സിലുണ്ട്. ഉണ്ണി നാണു നിങ്ങളുടെ ആരുടെയും മനസ്സിലുണ്ടോ? ഉണ്ണി നാണു ചിന്തിച്ചിട്ടുണ്ടോ? അതെന്തേ നമ്മളാരും ഉണ്ണി നാണുവിനെ കുറിച്ച് ചിന്തിക്കാതെ പോയത്? ഉണ്ണിക്കണ്ണനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, അല്ലേ? ബാലസുബ്രഹ്മണ്യനെ നമുക്കറിയാം. എവിടുന്നറിയാം? പുരാണ കഥകളിലൂടെ അറിയാം. പുരാണ കഥകളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ആശ്ചര്യമാണ്. നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല, പ്രചരിപ്പിച്ചിട്ടില്ല. ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോ ഇതും പരിചയപ്പെടേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും തന്നെയായിട്ടുള്ള വസ്തുതകളാണ്. കാരണം 2025 കഴിഞ്ഞ വർഷം കേരള സംസ്ഥാന സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയുണ്ടായി. വാർത്ത നിങ്ങൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടോ? അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം. നമ്മളൊരു നൂറ്റാണ്ട് പിന്നോട്ട് സഞ്ചരിച്ചു കഴിയുമ്പോൾ ഒരു 6-7 വയസ്സുള്ള ബാലൻ ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി കഥകളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനൊന്നും വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല. കഥ പറഞ്ഞ് കേൾക്കുന്ന പോലെ അതെന്താണ്, അതിന്റെ സങ്കല്പം എന്താണ്, ദിവ്യമായ അതിന്റെ ആ ഒരു അന്തർലീനമായിട്ടുള്ള കാര്യം, ഗൗരവമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് നമ്മളാരെയും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ബാലന് തന്റെ വീടിന്റെ സമീപത്തൂടി നടന്നു പോയപ്പോ തൊട്ടടുത്തുള്ള ഒരു വീട്ടില് അടുപ്പില് അരി തിളച്ചു പോകുന്നത് കണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കഥയല്ലേ? ആ വീട്ടില് കേറി ചെന്നിട്ട് ആ അരി തിളച്ചു തൂക്കിക്കഴിയുമ്പോ എന്താവും അവസ്ഥ? അരി എന്താവും? അരി വെന്ത് കഴിയുമ്പം ചോറാവും. ചോറ് പാഴായി പോകുന്നതായി കണ്ടിട്ട് ഈ ബാലന് ഭയങ്കരമായ സങ്കടം വന്നു കഴിഞ്ഞപ്പോ അത് വാങ്ങി താഴെ വെച്ചിട്ട് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെല്ലുമ്പോ ഈ ബാലൻ ചെല്ലുന്നതിന് മുമ്പേ വീട്ടിൽ വിവരം അറിഞ്ഞു. വീട്ടിൽ വിവരം അറിഞ്ഞത് എങ്ങനെയാ?
തെറ്റുകളോട് പൊരുത്തപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ കൊടിയ ഒരു പാപം ഈ കുട്ടി ചെയ്തിരിക്കുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. തെറ്റുകളോട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ കൊടിയ ഒരു പാപം ഈ 10 വയസ്സിൽ താഴെയുള്ള ഈ ബാലൻ ചെയ്തിരിക്കുകയാണ്. ഇവൻ ചിരിച്ചു കളിച്ച് ഉന്മേഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് ഓടിക്കയറി വരുന്നത്. പക്ഷേ ഈ പാപം ചെയ്ത കുട്ടിയെ 2 കൈയും നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറായിട്ടായിരുന്നില്ല വീട്ടിലുള്ളവർ നിന്നിരുന്നത്. നമുക്ക് സ്വല്പം വിഷ്വലൈസേഷനൂടെ കൊടുക്കാം, നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഒരു ചിത്രീകരണം കൊടുക്കാം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും നാളുകളിൽ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ, ഗുരുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ, യാഥാർത്ഥ്യങ്ങളായിട്ടുള്ള ചരിത്ര സത്യങ്ങളാണ്. നമ്മുടെ അപ്പൂപ്പനോ മുതുമുത്തശ്ശനോ അനുഭവിച്ചിട്ടുള്ള സ്നേഹമാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഇതൊരു പുരാണ കഥയല്ല, ആണോ? ശ്രീകൃഷ്ണനെ അനുഭവിച്ചിട്ടുള്ള നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ ഉണ്ടോ? ബാലസുബ്രഹ്മണ്യനെ അനുഭവിച്ചിട്ടുള്ള ഈ ഒരു ഈശ്വരന്മാർക്കും നമ്മൾ എതിരായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇതിനെ ഹനിച്ചുകൊണ്ടോ പറയുന്നതല്ല. പക്ഷേ നമ്മുടെ ആരാധനാ സങ്കല്പത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ ആരാധനാ സങ്കല്പത്തിൽ, ദേവതാ സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിട്ടുള്ള ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ, നമ്മൾ ആരാധിച്ച് പൂജിച്ച് പ്രാർത്ഥിക്കുന്ന ഭഗവത് തൃപ്പാദങ്ങൾ, ഹൈന്ദവ ആരാധനാ സങ്കല്പത്തിൽ വിഗ്രഹ രൂപത്തിൽ ആയുധമില്ലാതെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വിഗ്രഹ സങ്കല്പം ഉണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവനാണ്. അല്ലെ? ചിന്തിച്ചിട്ടുണ്ടോ? ഹൈന്ദവ ആരാധനാ സങ്കല്പത്തിൽ നിങ്ങളൊരു ശിവവിഗ്രഹത്തെ പോകൂ, നിങ്ങൾ മഹാവിഷ്ണുവിനെ നോക്കൂ, നിങ്ങൾ ലക്ഷ്മി ദേവിയെ നോക്കൂ, ഇവരുടെ എല്ലാം കയ്യിൽ എന്തെങ്കിലും ഒരു ആയുധം കാണും. നമ്മൾ ആരാധിക്കുന്ന വിഗ്രഹ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ വിഗ്രഹ സങ്കല്പത്തിൽ മാത്രമാണ്. ഒരു ദേവതാ സങ്കല്പത്തിന് എന്തില്ലാത്തത്? ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അല്ല, ഞാൻ പറഞ്ഞ കുഴപ്പമെങ്കിൽ പറയണം. ചിന്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ, കാരണം നമ്മുടെ പ്രഭാവം ഒരു 100 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവുക. ആരാ പറഞ്ഞു? നാഗമ്പടം പുണ്യ തേന്മാവിൻ ചുവട് അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടത് തീർത്ഥാടനത്തിന് അനുമതി കൊടുത്ത് 98 വർഷങ്ങൾക്ക് ശേഷമാണ്. അവിടെ നിന്ന് അവിടേക്ക് ഒരു പദയാത്ര മറിയപ്പള്ളി ശാഖയിൽ നിന്ന് ആരംഭിക്കുന്നത് ഈ പറഞ്ഞ 98 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇത് ആര് മുൻകൂട്ടി പറഞ്ഞിരുന്നു? ചിന്തിച്ചു. ഇത് ആര് മുൻകൂട്ടി പറഞ്ഞിരുന്നു? നമ്മുടെ പ്രഭാവം 100 വർഷങ്ങൾക്കപ്പുറമാവും ഉണ്ടാവുക. ആ പ്രഭാവ കാലത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുവാനായിട്ട് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയാറുണ്ട്, ഈ 90കളിൽ 85കളിലും 95കൾക്കും ഇടയിൽ ജനിച്ച ആളുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ പറയാം, അവരുടെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും അനുഭവിക്കാനായിട്ട് ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ്. ഈ വാട്സപ്പിന്റെ ഏറ്റവും നൂതനമായ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയുടെ വശങ്ങളെക്കുറിച്ചും ഈ ഒരു 90 കാലഘട്ടങ്ങളിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. അതിനു മുമ്പുള്ള ഈ വാട്സപ്പും ഫോണും ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ ലാൻഡ് ലൈൻ പോലും ഇല്ലാത്ത കാലത്തെക്കുറിച്ചും അവർക്കറിയാം. കാരണം ഇതിന്റെ ഒരു മീഡിയേഷൻ നടക്കുന്ന ആ ഒരു നടുഭാഗത്താണ് ഇവരുടെ ഒരു ജന്മസമയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ആളുകൾ, ധാരാളം ആളുകളാണ് ഇന്നത്തെ ഈ സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഗുരുവിനെ കുറിച്ച് അറിയാൻ മേലാത്ത അന്ധരായ, എന്താണ് അന്തർ ആനയെ കണ്ടതുപോലെ തന്നെ, ചിന്തിച്ചു നോക്കൂ, അന്തർ ആനയെ കണ്ടതുപോലെ തന്നെ ഗുരുവിനെ കുറിച്ച് തിരിച്ചറിവില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ആ കാലഘട്ടവും അനുഭവിച്ച് ഇതാ ഇന്ന്
ഗുരുവിനെ കുറിച്ച് അറിയുകയും വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ള ഗുരുദേവ സങ്കല്പം അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ നവയുഗ കേരളത്തിൽ സശരീരം കൊണ്ട് ധർമ്മപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളായിട്ടുള്ള ഈ ആളുകളുടെ ഇടയിൽ ജീവിക്കാനും ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നവർ, അല്ലെ? നമ്മൾ ഇതിനു മുമ്പത്തെ കാലം നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഗുരുവിനെ നവോത്ഥാന നായകൻ മാത്രമാക്കി കണ്ടവരുണ്ട്, ഗുരുവിനെ സാമൂഹിക പരിഷ്കർത്താവായി മാത്രം കണ്ടവരുണ്ട്, ഗുരുവിനെ കവിയായി മാത്രം കണ്ടവരുണ്ട്, കേവല രാഷ്ട്രീയക്കാരനായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ ഇതിലെല്ലാം അപ്പുറം ഗുരു എന്താണ് എന്ന് ഇന്നത്തെ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കാണ്, ഇനി അടുത്ത തലമുറയിലേക്കാണ് നമ്മൾ എത്തിക്കേണ്ടതായിട്ടുള്ളത്. ആ എത്തിക്കുമ്പോൾ പണ്ടൊക്കെ നമ്മൾ കുട്ടികളൊക്കെ, ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ, ഇന്നാണ് ടി വി മൊബൈൽ, പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങൾ ചോറുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് കയ്യിൽ ചിലപ്പം ബാലരമയില്ല, വായിക്കാൻ അറിയത്തില്ലെങ്കിൽ ഒരു കഥാപുസ്തകം കയ്യിൽ വെച്ചുകൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഉള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തെല്ലാം വർണ്ണചിത്രങ്ങളാണ്, അല്ലെ? വർണ്ണചിത്രങ്ങളാണ്, നല്ല ചിത്രങ്ങളുണ്ടാകും. ഇപ്പോ മായാവി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലെല്ലാം ഒരു രൂപം വന്നോ? കബീഷ് എന്ന് പറഞ്ഞാൽ ഒരു രൂപം വരുമോ? കുട്ടൂസൻ? ഇതൊക്കെ എങ്ങനെ വന്ന നമ്മൾ പ്ലാൻ ചെയ്തിട്ട്, ഞാൻ ഇന്ന് വന്നപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചോദിക്കുമോ, ഇന്ന് കൂരാപ്പുറയിൽ ഒരാൾ വന്ന് കുട്ടൂസന്റെ രൂപം നിങ്ങളുടെ മനസ്സിൽ തെളിയിക്കും? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ സ്വാഭാവികമായിട്ട് വന്നാണ്. വിഷ്വലൈസേഷൻ ഒരു പ്രധാന കാര്യമാണ്. വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിലേക്ക് കുഞ്ഞുനാളിൽ ഒരു വിഷ്വലൈസേഷൻ കടന്നു വന്നു കഴിഞ്ഞാൽ അത് ചൊട്ടയിലെ ശീലം ചോടല വരെ, നമ്മൾ എന്ന് ഒടുങ്ങുന്നു അന്ന് അത് പൗട്ടും. നമ്മുടെ അവസാനത്തെ ആ ശീലം നമ്മുടെ മനസ്സിൽ നിന്ന് ആ രൂപം മാർക്കും. ഗുരുവിനെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് അങ്ങനെയാണ്. ഗുരുവിനെ, അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഉണ്ണി നാണുവിലേക്ക് നമ്മൾ എത്തപ്പെടേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാവോ? ഉണ്ണി നാണുവിനെ അറിയാവോ? നിങ്ങൾക്കറിയായിരുന്നോ? പിന്നെ എങ്ങനെ കുഞ്ഞുങ്ങളറിയും? അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി മാറ്റിയ 2025 നിന്നുകൊണ്ടാണ്, 2026 തുടക്കത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഉണ്ണി നാണു, അന്ന് ഒരു നൂറ്റാണ്ടിന് മുമ്പേ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ പട്ടിണിയായി പോയേനെ. ഈ ദാരിദ്ര്യാവസ്ഥ ലോകത്തിനു മുമ്പിൽ ആദ്യം വിളിച്ചു പറഞ്ഞ ആ 7 വയസ്സുകാരന്റെ രൂപം, അല്ലെങ്കിൽ ആ 6 വയസ്സുകാരന്റെ രൂപം, ആ ഭഗവാന്റെ തിരുസ്വരൂപം ഉണ്ണി നാണുവെന്നുള്ള ആ സങ്കല്പം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, പ്രവഹിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ണിക്കണ്ണനെ പോലെ, ബാലസുബ്രഹ്മണ്യനെ പോലെ ഉണ്ണി നാണുവിനെയും സ്വീകരിക്കില്ലായിരുന്നു. ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുവാൻ സാധിച്ചു? നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? ഇത് പറഞ്ഞു കൊടുത്ത എന്നാ ചിലരോട് ഉറക്കം പറ, തെറ്റുണ്ടോ? ഭഗവാന്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഗുരുവിനെ, നമ്മളിപ്പോ പുതിയ യുഗത്തിലാണ് ജീവിക്കുക. കുട്ടികള് ഗൂഗിളിൽ നോക്കും. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു വലിയ സർവേ നടന്നു. ഹൈസ്കൂളാണ്, CBSE സ്കൂളാണ്. തൃശ്ശൂർ സ്കൂളിൽ സർവേ നടന്നു. പെൺകുട്ടികളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള ഒരു സർവേയാണ്. പെൺകുട്ടികളുടെ അമ്മമാരെയും ഇരുത്തിക്കൊണ്ടുള്ള ഒരു സർവേ ആണ്. ആ സർവേയിൽ 2 അമ്മമാരെയും കുട്ടികളെയും ഇരുത്തിക്കൊണ്ട് ഈ കൗൺസിലർ ഒരു ചോദ്യം ചോദിക്കുകയാണ്. മക്കളെ, അമ്മമാര് കൗൺസിലർ ചോദിക്കുമ്പോൾ 2 പേരും 2 കൂട്ടരും ഇതുപോലെ ഇരിക്കുകയാണ്. നിങ്ങളുടെ മക്കൾ, ഈ പെൺമക്കൾ, അവർക്കൊരു ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ
അവരത് ആദ്യം പറയുക, ആദ്യം തിരക്കുക ആരോടായിരിക്കും? ആരോടായിരിക്കും? അമ്മയോട്. സന്തോഷം. ഇവരെ രണ്ടുപേരെയും രണ്ട് മുറിയിലേക്ക് മാറ്റി. അമ്മമാരെ ഒരു മുറിയിലേക്ക് മാറ്റി, മക്കളെ ഒരു മുറിയിലേക്ക് മാറ്റി. ഇവർക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതി കൊടുക്കുവാനായിട്ട് പേപ്പർ കഷ്ണങ്ങൾ കൊടുത്തു. ഉത്തരം എഴുതി കൊടുത്തു, കളക്ട് ചെയ്തു, സ്വീകരിച്ചു. ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്നു. അമ്മമാരുടെ ഉത്തരമായിരുന്നു ആദ്യം പരിശോധിച്ചത്. അമ്മമാരുടെ ഉത്തരം പരിശോധിച്ചപ്പോൾ എൻ്റെ മകൾക്ക്, എല്ലാ അമ്മമാരും എഴുതിയിരുന്നു, എൻ്റെ മകൾക്ക് ആദ്യം ഒരു പ്രശ്നമുണ്ടായാൽ അവൾ ആദ്യം തിരക്കുക എന്നോടായിരിക്കും. എല്ലാ അമ്മമാരും എഴുതി. സന്തോഷത്തോടു കൂടി അമ്മമാരെല്ലാം കൂടി കൈയടിച്ച് അത് കഴിഞ്ഞ് നേരെ മക്കളുടെ അടുത്തേക്ക് ഈ ഉത്തരം കളക്ട് ചെയ്തല്ലോ. ഉത്തരം കളക്ട് ചെയ്തു, പരിശോധിച്ചതിൽ 35%, ഒരു വലിയ സ്കൂളാണ്, സ്കൂളിന്റെ പേര് ഞാൻ പേപ്പറിൽ വന്ന 35% കുട്ടികൾ എഴുതിയിരിക്കുന്നു ഞങ്ങൾ അമ്മമാരോട് ചോദിക്കും. 65% കുട്ടികൾ എഴുതിയിരിക്കുന്നു ഞങ്ങൾ ഗൂഗിളിനോട് ചോദിക്കും. കാലം പോയ പോക്കെന്താ? ഞങ്ങൾ ഗൂഗിളിനോട് ചോദിക്കും. അമ്മമാരുടെ വിശ്വാസം തകർന്നു പോയി. നമ്മുടെ ജീവിതം, നമ്മൾ ഇന്ന് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് മനസ്സിലാക്കണം. നിങ്ങളുടെ പെൺകുഞ്ഞിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആൺകുഞ്ഞിന് നമ്മൾ തുറന്നു തന്നെ സംസാരിക്കണം. അവന്റെ സ്വകാര്യമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു ദുഃഖമുണ്ടായാൽ ഇവൻ ആദ്യം ചിന്തിക്കുക, നമ്മൾ ഇന്ന് മനസ്സിലാക്കിയോ, നമ്മുടെ മക്കൾ, എന്റെയും നിങ്ങളുടെയും മക്കൾ ആദ്യം ചിന്തിക്കുക, ഇതെങ്ങനെ വീട്ടിലറിയാതെ സോൾവ് ചെയ്യാം, ഇതെങ്ങനെ വീട്ടിലറിയാതെ സോൾവ് ചെയ്യാം. അതാണ് അവന്റെ ആദ്യ ചിന്ത. അവൻ അതിനു വേണ്ടി തിരക്കുന്നത് ഇതെങ്ങനെ ചെയ്യാം, ഇന്ന അസുഖം വന്നു, ഇന്ന കുഴപ്പം വന്നു, ഏത് മരുന്ന് കഴിക്കാം, ആ മരുന്നിന്റെ സൈഡ് എഫക്ട് എന്ത് നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾക്കൊരു ഡോക്ടറെ കാണണം. ഒരു പാരസെറ്റമോൾ ഗുളിക തന്നു കഴിഞ്ഞാൽ ആ പാരസെറ്റമോൾ ഗുളികയ്ക്ക് ഇന്ന കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്കറിയത്തില്ല, പക്ഷെ നമ്മുടെ മക്കൾക്കറിയാം. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇവൻ ഇന്ന് നമ്മളെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഒരു യുവത്വത്തിന്റെ കാലത്തൊക്കെ സിനിമ കാണാൻ കോളേജൊക്കെ കട്ട് ചെയ്ത് പോകും. കോളേജൊക്കെ കട്ട് ചെയ്ത് സിനിമ കാണാൻ പോകുമ്പോൾ ഇന്ന് പിള്ളേരുടെ, നമ്മുടെ മക്കളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്ത് നോക്കിക്കോ, അവരുടെ സെർച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കിക്കോ, അവരേറ്റവും അധികം കാണുന്നത് കൊറിയൻ സിനിമകളായിരിക്കും. ഭാഷ അറിയണ്ട, മക്കൾക്ക് മനസ്സിലാവും. നമുക്ക് പിടികിട്ടത്തില്ല, ഒന്നും പിടികിട്ടത്തില്ല. എല്ലാവരും വീട്ടിൽ പോയി പരിശോധിച്ചു. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കാലഘട്ടം, നമ്മുടെ കുരുന്നുകൾക്ക് അവരെങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളായിട്ടുള്ള കുട്ടികളായി മാറുന്ന ഒരു സാഹചര്യത്തിലാണ്. അതുകൊണ്ടാണ് ആത്മഹത്യ ഏറ്റവും അധികം പെരുകിയിട്ടുള്ളത് നമ്മുടെ ആളുകൾക്ക് ഇടയിലാണ്. കാരണം അടിസ്ഥാനപരമായി ആത്മീയമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിന്റെ കുറവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്. ആ ആത്മീയ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയായിരിക്കണം ധർമ്മ പ്രചാരണ സഭകള്, ധർമ്മ പ്രഭാഷണങ്ങള്, ശാഖയിൽ നടക്കുന്ന സത്സംഗങ്ങളിലെല്ലാം നമുക്ക് ഉപകാരപ്പെടേണ്ടത്. ഒരു വലിയ പ്രഭാഷണം കേട്ടിട്ട് നമ്മളെല്ലാവരും വീട്ടിലേക്ക് പോകും. സാധാരണ സംഭവിക്കാറുള്ളതാണ്. വലിയ പ്രഭാഷണം കേട്ടിട്ട് വീട്ടിലേക്ക് പോയിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് സ്വാഭാവികമായിട്ടും പ്രഭാഷണം കേൾക്കാൻ വരിക ആരായിരിക്കും? അരയപ്പള്ളി ശാഖയുടെ അവസ്ഥയല്ല കേട്ടോ. സ്വാഭാവികമായിട്ടും അമ്മമാര് വീട്ടിൽ ചെല്ലുമ്പം വീട്ടിലുള്ള ആള് ചോദിക്കും, ഇന്നെങ്ങനെയുണ്ടായിരുന്നു പരിപാടി? എന്റെ ചേട്ടാ സൂപ്പർ പരിപാടിയായിരുന്നു, അടിപൊളി പ്രഭാഷണം, എന്താ സാധന പറഞ്ഞെന്നറിയാവോ? എടി എന്നതാടി പറഞ്ഞേ? അതിപ്പോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാങ്ക് പോയി, നീ പോയതല്ലേ, സൂപ്പർ പരിപാടിയാണെന്ന് നീ പറഞ്ഞല്ലോ, എന്നാ പറഞ്ഞേ? ചേട്ടാ സംഗതി കേൾക്കേണ്ടതായിരുന്നു, പക്ഷെ എന്നതാന്ന് പോയി. അങ്ങനെ ആകരുത്. സത്സംഗങ്ങൾ അങ്ങനെ ആകരുത്. സത്സംഗങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം? നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ വന്ന് പറഞ്ഞേക്കുന്ന 10ഓ 50ഓ കാര്യങ്ങൾ കാണും. പക്ഷെ 1ഓ 2ഓ 5ഓ 10ഓ കാര്യങ്ങളെങ്കിലും നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം. അതാണ് ദുൽഖർ സൽമാൻ പറഞ്ഞത്,
സ്പാർക്ക് ഉണ്ടാവണം. കേട്ടിട്ടില്ലേ? ആളെ കണ്ടിട്ട് എനിക്കൊരു സ്പാർക്ക് ഉണ്ടായില്ലെന്ന് കേട്ടില്ലേ? നമുക്ക് സ്പാർക്ക് ഉണ്ടാവണം. സ്പാർക്ക് ഉണ്ടാവണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ രീതിയിലേക്ക് നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും അത് വിഷ്വലൈസ് ചെയ്ത് കൊടുക്കണം. ഒരു പ്രഭാഷണമായിക്കൊള്ളട്ടെ, നമ്മൾ എവിടെയെങ്കിലും ഒരു സംഘടനാപരമായിട്ടുള്ള മീറ്റിംഗ് ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ ഒരു കമ്മിറ്റി, ഇപ്പോൾ ബഹുമാനപ്പെട്ട മറിയപ്പള്ളി ശാഖയുടെ കമ്മിറ്റി അംഗങ്ങൾ, ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ പദയാത്ര, അതെത്ര പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് തീരാത്തത്രയും ഔന്നിത്യങ്ങൾ നിൽക്കുന്നതാണ് നാഗമ്പടം പദയാത്ര എന്ന് പറയുന്നത്. ആ പദയാത്രയെ കുറിച്ചുള്ള ഒരു ചിന്ത ഇവിടെ ഏതോ ഒരു ആള് നമ്മളോട് ഇവിടെ പങ്കുവെക്കുമ്പോൾ ആ പങ്കുവെച്ച കാര്യം ആ ശാഖയുടെ സെക്രട്ടറി ആയിട്ടുള്ള, ശാഖയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള, ശാഖയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആളുകൾ അത് വിഷ്വലൈസ് ചെയ്തു. മനസ്സിലായോ? നാഗമ്പടത്തേക്ക് മറിയപ്പള്ളി ശാഖയുടെ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ ഒരു 500 പേര് വന്ന് കൂടുന്നു, ഭക്തജനങ്ങളായിട്ടുള്ള ആളുകൾ കൂടുന്നു. ഇവിടുന്ന് നമ്മൾ ഫ്ലെക്സ് കൊടുക്കുന്നു, ഇവിടെ ഒരു ഉദ്ഘാടന പരിപാടി നടത്തുന്നു. ഇവിടുന്ന് വരിയായിട്ട് നാഗമ്പടത്തേക്ക് നടന്നു പോകുന്ന ആ ഒരു സങ്കല്പം, ആ ഒരു ചിത്രീകരണം അവരുടെ മനസ്സിലുണ്ടായി. ആ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്ന ആ ഒരു നിമിഷമാണ് ഇത് യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പുള്ള ആദ്യ പടി എന്ന് പറയുന്നത്. ഈ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്കും ഈ സങ്കല്പമാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഉണ്ണി നാണുവിൽ നിന്ന് നമ്മൾ തുടങ്ങണമെന്ന് പറഞ്ഞത്. ഈ ഉണ്ണി നാണുവിനെ കുറിച്ചുള്ള സങ്കല്പം നമ്മളിങ്ങനെ കൊടുക്കുകയാണ്. അന്ന് ഗുരു ഏറെ പ്രിയങ്കരരായിട്ടുള്ള ഗുരുവിന്റെ മാതാപിതാക്കള് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥകളാണ്. ഇതൊന്നും വലിയ ഗഹനമായ ചിന്തോദ്ദീപകമായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമല്ല ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഏറ്റവും ലളിതമായിട്ടുള്ള ഗുരുദേവ കഥകളുടെ ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിരുന്ന കാഴ്ചപ്പാടിൽ ഒരു സ്വല്പം വ്യതിയാനം വരുത്തണം. ഒന്ന് ടേൺ ചെയ്ത് വേണം നിങ്ങൾ ഇനി നാളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അവതരിപ്പിക്കാൻ എന്നുള്ള ആ ഒരു രീതി നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഗുരുവിന്റെ മുമ്പിലായിട്ട് ഗുരുവിന്റെ ഭവനത്തിൽ വാടനാശാനും കുട്ടിയമ്മയും ഉൾപ്പെടെയുള്ള ആളുകൾ, ഗുരുവിന്റെ അമ്മാവന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഈശ്വരന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു പൂജാ സങ്കല്പത്തിൽ, ഒരു പ്രാർത്ഥനാ സങ്കല്പത്തിൽ നമ്മളൊക്കെ ഇവിടെ നടത്തുമ്പോൾ ഗണപതി ഒരുക്കി വെക്കാറുണ്ടല്ലേ? ആ ഗണപതി ഒരുക്ക് വെക്കാറുള്ള ആ പൂജാദ്രവ്യങ്ങള് ഗുരു എടുത്ത് എന്ത് ചെയ്യുമായിരുന്നു? കഴിക്കുമായിരുന്നു. ഗുരു വന്നിട്ട് എന്താ പറയാറ്? നാം കഴിച്ചാൽ ഭഗവാൻ കഴിച്ചത് മാതിരി. എടാ, ഉറിക്കകത്തുനിന്ന് വെണ്ണ തിന്നുന്ന ഉണ്ണിക്കണ്ണന്റെ രൂപം നിങ്ങളുടെ മനസ്സിലുണ്ട്. പൂശനിലയിൽ നിന്നും ശർക്കരയും അവലും വാരി തിന്നുകൊണ്ട് നാം പ്രസാദിച്ചാൽ ഈശ്വരൻ പ്രസാദിച്ചതാണ് എന്ന് പറയുന്ന ഉണ്ണി നാണുവിന്റെ രൂപം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കടത്തിവിടണ്ടേ? കടത്തിവിടുമ്പോ അതിനുണ്ടാകുന്ന ഭാവമാറ്റം എന്തായിരിക്കും? അതുണ്ടാക്കുന്ന സ്പാർക്ക് എന്തായിരിക്കും ആ കുഞ്ഞുങ്ങൾക്ക്? ഇതൊക്കെ 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. നമ്മളെ അമ്മമാരാണ് ഇവിടെ ഇരിക്കുന്നത്, മാതാപിതാക്കളും സഹോദരിമാരുമാണ് നമ്മളിവിടെ ഇരിക്കുന്നത്, മുതിർന്നവരാണ് ഇരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, കാരണം ഒരു 15 കൊല്ലം കഴിയുമ്പോണ്ടല്ലോ ഗുരുസങ്കല്പമായിരിക്കും. ആ ഗുരുസങ്കല്പത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുചെന്ന് എത്തിച്ചില്ല എങ്കിലുണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ തകർന്നു പോകും, തരിപ്പണമായിട്ട് പോകും. സഹോദരയ്യപ്പന്റെ വാക്കുകൾ തകർന്ന് തരിപ്പണമാകട്ടെ തടസ്സങ്ങൾ എന്നുള്ള വാക്കുകൾ പറയുവാൻ ആളില്ലാതായി പോകും. പറഞ്ഞു മനസ്സിലായോ? ആ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഉയർത്തിക്കൊണ്ടുവരണം, ഇതിന്റെ സങ്കല്പത്തിലേക്ക്, ഗുരുവിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരണം. ദീനം പിടിച്ചപ്പോ, വസൂരിക്കല പിടിച്ചപ്പോ ക്ഷേത്രത്തിനുള്ളിൽ കിടന്ന ആ ഗുരുവിനെ, ആ നാണുവിനെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, ഭഗവതി ക്ഷേത്രത്തിന്, ഭഗവതി വിഗ്രഹത്തിന് സമീപത്തിൽ താമസിച്ച ആ നാണുവിനെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ചിത്രകഥാരൂപത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയൊക്കെ മിടുക്കനായി വളർന്നു നാണു, അല്ലെ? ഒരു സന്യാസി നടന്നു വന്ന സമയത്ത് നാണുവിന്റെ കൂട്ടുകാരെല്ലാം കൂടി സന്യാസി എന്ത് ചെയ്തു? അപ്പോ ഈ കുട്ടിക്ക് എന്തായിരുന്നു വികാരം? സങ്കടം വന്നു, അല്ലേ? ആ സങ്കടം കണ്ടിട്ട് പിന്നീട് സങ്കടം വന്ന ആർക്കാ? സന്യാസിക്ക. ആ സന്യാസി എടുത്തുകൊണ്ട് വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയി ഇവൻ നിസാരക്കാരനല്ല എന്ന് പറഞ്ഞു.
ഉണ്ണിക്കണ്ണന്റെ വാ പിളർന്നു, അല്ല മണ്ണ് വാരി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ണിക്കണ്ണന്റെ അടുത്തേക്ക് ചെന്ന യശോദാമ വാ തുറന്നു നോക്കിയപ്പോ പ്രപഞ്ചമാണ് വായിക്കാൻ, അല്ലേ? ആ പ്രപഞ്ചം കണ്ടപ്പോഴത്തേക്ക്, ഐതിഹ്യമാണ്, കഥയാണ്, ആ പ്രപഞ്ചം കണ്ടപ്പോഴത്തേക്ക് യശോദാമയ്ക്ക് മനസ്സിലായി ഇതൊരു നിസാര ബാലനല്ല, ഇതൊരു അവതാര പുരുഷനാണ്. പെരുത്ത നൂറ്റാണ്ടിലിടയ്ക്കൊരിക്കലി മരുപ്പറമ്പ ഉലകത്തിൽ ഈശ്വരൻ ഒരൊറ്റ വൃക്ഷത്തെ നടന്നു പതിതരാം പാന്തർക്ക് തണൽമുറ്റമേകുവാൻ. കവിവാക്യമാണ്. നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഈശ്വരൻ ഇതുപോലെയുള്ള തണൽമരങ്ങൾ ഈ ഭൂമിയിലേക്ക് നൽകുന്നത്. അങ്ങനെ നട്ടിട്ടുള്ള തണൽമരങ്ങളാണ് ഈ കഥകളിൽ നിന്ന് വന്ന കൃഷ്ണഭഗവാനും ജീസസ് ക്രൈസ്റ്റും മുത്തുനബിയും ഉൾപ്പെടെയുള്ള അതിന്റെ അവസാന കണ്ണിയിലേക്ക് എത്തപ്പെട്ടിട്ടുള്ള ആ ഭഗവത് തിരുസ്വരൂപമാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇത്തരത്തിൽ പറഞ്ഞു കൊടുക്കണം. ആ പറഞ്ഞു കൊടുത്ത അതൊക്കെ കഥകളിലൂടെയാണ് എങ്കിൽ പട്ടിണിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആ അമ്മയ്ക്ക് മുന്നിൽ ഇത് ഞാനൊരു സാധാരണക്കാരനായ ബാലനല്ല, ഞാനൊരു അവതാരമാണ് എന്ന് ആ മാതാപിതാക്കൾക്ക് മുമ്പിൽ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഭൗതികമായ സാഹചര്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് തെറ്റിനോട് പൊരുത്തപ്പെട്ട് നിന്ന ആ സമൂഹത്തിന് മുമ്പിൽ യാഥാർത്ഥ്യത്തിന്റെ ഏറ്റവും ഭീകരമായ ആ രൂപത്തെ പൊളിച്ചു കീറി അടുക്കിക്കൊണ്ട് ആ പട്ടിണി എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തിന്റെ ഏറ്റവും വലിയ പൊയ്മുഖം, ആ പൊയ്മുഖം ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന ആ പൊയ്മുഖത്തെ വലിച്ചു കീറിക്കൊണ്ട് പട്ടിണിയുടെ സങ്കടത്തെ കുറിച്ച് തന്റെ മാതാപിതാക്കളിലൂടെ മാത്രമാണോ ഭഗവത്പാദങ്ങൾ ആ 10 വയസ്സിൽ താഴെ അവതരിപ്പിച്ചത്? ആ സമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. മനുഷ്യൻ പട്ടിണി കിടക്കേണ്ടവനല്ല. അപ്പോഴാണ് ആ അമ്മയ്ക്കും അച്ഛനും മനസ്സിലായത്. അങ്ങനെ ഒരു ചിന്ത ആ കാലഘട്ടത്തിലില്ല, ആ സമൂഹത്തിനില്ല. ആ ചിന്ത അവരുടെ ഉള്ളിലേക്ക് വന്നത് ഈ കുഞ്ഞ് നിസ്സാരക്കാരനല്ല, നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് പട്ടിണിയെ കുറിച്ച്. അവർക്ക് മനസ്സിലായി. പണ്ഡിതനായ ആ മാതാപിതാക്കളും മാതുലന്മാരും ഒക്കെ തുടർന്ന് ബഹുമിടുക്കനായി പഠനത്തിൽ മുന്നേറിക്കൊണ്ടിരുന്ന ഈ ബാലനെ പിന്നീട് എന്താണ് ചെയ്തത്? ഉപരിപഠനത്തിന് അയച്ചു, അല്ലേ? ഇന്നിപ്പോ നമ്മുടെ മക്കളെ നമ്മൾ വായിക്കാറില്ലേ? നമ്മൾ വായിക്കുന്നത് UK, കാനഡ, ജർമ്മനി, അല്ലേ? സ്കോട്ട്ലൻഡ്, ഓസ്ട്രേലിയ എല്ലാവരെയും പഠിപ്പിക്കാനായിട്ട് ഇത് 10 കൊല്ലം മുമ്പാണ് ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ്. നേഴ്സിങ്ങിനാണെങ്കിൽ നമ്മൾ വിടുക. ശരിക്കും പറഞ്ഞ ചെമ്പഴന്തിയിൽ നിന്നും, തിരുവിതാംകൂറിലെ ചെമ്പഴന്തിയിൽ നിന്നും വാരണാപ്പള്ളിയിലേക്ക് പോകുമ്പോൾ അത് ഇതേ സങ്കല്പം തന്നെയല്ലേ? നമ്മൾ ബാംഗ്ലൂർക്ക് പോകുന്നതിന് തുല്യമല്ലേ? അല്ലെങ്കിൽ ജർമ്മനിക്ക് പോകുന്നതിന് തുല്യമല്ലേ? നമ്മുടെ മക്കളെ അവിടുന്ന് മാടനാശാനും കുട്ടിയമ്മയും ഭവാന്റെ അമ്മാവന്മാരും എല്ലാം കൂടെ ചേർന്ന് വാരണപ്പള്ളി തറവാട്ടിലേക്ക് കൊണ്ട് ആക്കുമ്പോൾ, ഇനി അതെല്ലാം പോട്ടെ, വാരണപ്പള്ളി തറവാടെന്ന് ഉള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ വിദ്യാഭ്യാസ സംവിധാനത്തിൽ കുട്ടികൾക്ക് നിന്ന് പഠിക്കാനുള്ള ആദ്യത്തെ ഹോം സ്റ്റേ ആണ്. ഹോം സ്റ്റേയെ കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടില്ലേ, അല്ലേ? ഇതിനു മുമ്പ് മറ്റാരെങ്കിലും കഥകളിലൊക്കെ ഉണ്ടാവാം, മറ്റാരെങ്കിലും ഇത്തരത്തിൽ ഒരു തറവാട്ടിൽ പോയി നിന്നുകൊണ്ട് ഉപരിപഠനം നടത്തുന്നതായിട്ടുള്ള ചരിത്രരേഖകളുണ്ട്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ഈ കൗമാര കാലഘട്ടത്തിലേക്ക് കടന്ന് യൗവനത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ആ കാലഘട്ടം വാരണപ്പള്ളി തറവാട്ടിൽ നമുക്കൊന്ന് അതും വിഷ്വലൈസേഷൻ ചെയ്യാം. വാരണപ്പള്ളി തറവാട്ടിൽ ഭഗവത്പാദങ്ങൾ ചെല്ലുകയാണ്. ഭഗവത്പാദങ്ങൾ അവിടെ ഉപരിപഠനത്തിനായി ആ വാരണപ്പള്ളി തറവാട്ടിലെ കുടുംബാംഗങ്ങളോടൊപ്പം സ്നേഹനിധികളായിട്ടുള്ള അവിടുത്തെ മാതാപിതാക്കളോടും ബന്ധുമിത്രാദികളോടും ഒപ്പം കഴിഞ്ഞുകൊണ്ടാണ് കുമ്മമ്പള്ളി രാമപിള്ളി ആശാന്റെ അടുത്തേക്ക് ക്ലാസ്സിലേക്ക് പോകുന്നത്. മിടുക്കനാണ്. നമ്മളൊക്കെ കഥകളിലും കാര്യങ്ങളായിട്ടും ഒക്കെ അറിഞ്ഞിട്ടുള്ളത് പോലെ നിറഞ്ഞ പ്രസരിപ്പുള്ള യൗവനത്തിലേക്ക് കടക്കുവാൻ പോകുന്ന അതിപ്രസരിപ്പുള്ള ഏറ്റവും സുന്ദരമായ ഒരു ബാലനായിരുന്നു
ശ്രീനാരായണ ഗുരുസ്വാമികളാകുന്നതിന് മുമ്പുള്ള ഈ നാണുഭക്തൻ എന്നുള്ള ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള ഈ കൗമാര കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പിന്നീട് നാണുചട്ടമ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ആ പ്രായം എന്ന് പറയുന്നത് അതിസുന്ദരമായ രൂപമായിരുന്നു. ആകാര സൗഷ്ഠവം കൊണ്ടും അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഏവരെയും സംപ്രീതമാക്കുന്ന ഒരു ദിവ്യ സ്വരൂപമായിരുന്നു ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ആ ഒരു കൗമാരകാലം എന്ന് പറയുന്നത്. വളരെ പ്രിയങ്കരനായിരുന്നു ഏവർക്കും. അതുകൊണ്ട് തന്നെ കുമ്മമ്പള്ളി രാമപിള്ള ആശാന്റെ കളരിയിലേക്ക് ഈ ബാലൻ വന്ന് ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കുക പതിവായി ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കുക പതിവായി. അപ്പോ കുറച്ചാളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയാ കേട്ടോ, നിങ്ങൾ മനസ്സിൽ കണ്ടോണം. കുറച്ചാളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ കൂടെ ഇരിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലായി ഇവൻ നമ്മുടെ കൂടെ ഇരിക്കേണ്ട പാർട്ടിയല്ലല്ലോ. മനസ്സിലായി? അപ്പോ അവര് ആശാനോട് പറഞ്ഞു, ആശാനെ ഫ്രണ്ടില് നല്ല മെത്തേഡ് കാണിക്കും, അതിന് പിറകില് പുൽപ്പായും, അതിന് പിറകില് മണ്ടിട്ട് അല്ലെ, പല അടുക്കുകളായിട്ടാണ് ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആശാനെ ഈ മെത്ത ആർപ്പളാണ് ആശാനെ. കുറച്ചൊക്കെ നമ്മൾ കൈ നേടണം കേട്ടോ. മെത്ത ആർപ്പളാണ് ആശാനെ. ആശാൻ പറഞ്ഞു മെത്ത ബ്രാഹ്മണരാജി സമൂഹത്തിനുള്ള സവർണ സമൂഹത്തിനുള്ളതാണ് ഇരുന്ന് പഠിക്കാൻ. അപ്പൊ ഈ പുൽപ്പായിട്ടിരിക്കുന്നത് അത് അതിന് ശേഷമുള്ള ആളുകൾ. അപ്പോ ഏറ്റവും പിറകിലായിട്ടുള്ള ആ സ്ഥലം മണ്ണ്, അത് അവർണ സമൂഹത്തിനുള്ളതാണ്, ഈഴവരാതി പിന്നോക്ക ഇനത്തിനുള്ള ആളുകൾക്കുള്ള സ്ഥലമാണ്. അപ്പൊ ആശാനെ നാണു മെത്തയിലാണല്ലോ. അപ്പൊ ആശാൻ വളരെ സ്നേഹത്തോടെ, വളരെ സ്നേഹമുള്ള ശിഷ്യനാണ്. നാണു, ഇമാർക്ക് പരാതിയുണ്ട്, നീ മെത്തയിൽ ഇരിക്കുന്നത് ശരിയല്ല, നീ പുറകെ ശരി ആശാനെ. തൊട്ടടുത്ത ദിവസം ക്ലാസ് വരുവാണ്. തൊട്ടടുത്ത ദിവസം ക്ലാസ് വന്നപ്പം ക്ലാസ് തുടങ്ങുന്ന സമയമായപ്പോൾ നാണു ഫ്രണ്ടിലുണ്ട്, മെത്തയിലുണ്ട്. പിള്ളേർക്ക് മനസ്സിലായി ആശാനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേര് വീട്ടിൽ ചെന്ന് പറഞ്ഞു, നമ്മളവർക്ക് PTA ഇന്നാ തുടങ്ങി. അന്ന് PTA ഉണ്ട്. വീട്ടുകാർ വന്നു, ആശാനോട് പറഞ്ഞു, ആശാനെ ഈ കളി നടക്കിയല്ല ആശാനെ, ഇതിവിടെ നടക്കിയല്ല, നമ്മുടെ കൊച്ചിങ്ങളുടെ കൂട്ടത്തിൽ ഇരുത്താൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ പഠിക്കാൻ വിടുകയില്ല. ഈ കളി ആശാൻ തുടരുകയാണ് എങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കുവാൻ വിടുകയില്ല ഈ കളരിയിലേക്ക്. സ്ട്രിക്റ്റായിട്ട് PTA എന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം ക്ലാസ്സിൽ ഇതുപോലെ നാണു ഇതൊന്നും അറിയുന്നില്ല. പതിവ് പോലെ ഉത്സാഹഭരിതനായി ഇവന്മാർക്കെല്ലാം പറഞ്ഞു കൊടുക്കാൻ, സംശയങ്ങളെല്ലാം തീർക്കാൻ നാണു കാണാം. കാരണം ഇവന്മാർക്കൊന്നും മേല, കൂടെയുള്ള കൂട്ടുകാർക്കൊന്നും മേല. ഉത്സാഹഭരിതനായി നാണു വന്ന് ഫ്രണ്ടിലേക്ക് ഇരിക്കുകയാണ്. അന്നേ ദിവസം രാവിലെ PTA-ക്കാർ ഹാജരായി. ആശാനോട് രാവിലെ തന്നെ വളരെ ഗൗരവത്തിൽ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണം, അല്ലെ പരിപാടി നടക്കില്ല, കലുഷിതമായിട്ടൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആശാൻ ഇച്ചിരി ഗൗരവത്തോടു കൂടി, നാണു, നിന്നോട് നാം എത്ര തവണയായി പറയുന്നു, നിനക്കുള്ള ഇരിപ്പിടം ഇവിടെയല്ല, നീ നിനക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയിരിക്കണം. നീ നിനക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയിരിക്കണം. നാണു വളരെ സന്തോഷത്തോടു കൂടി സുസ്മേരവദനായി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ആശാനെ തൊഴുതുകൊണ്ട്, കാരണം ആശാന്റെ രൂപവും ഭാവവും ഒക്കെയാണ് മാറി. അതിന്റെ തലേന്ന് വരെ നാണു മോനെ നീ പേരിക്ക് എന്ന് പറഞ്ഞ ആശാനല്ല ഇപ്പൊ പറഞ്ഞെന്ന് നാണുവിന് മനസ്സിലായി. പുറയിപ്പോയിരുന്നു. പുറയിപ്പോയി ആശാൻ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് പോയി ഇരുന്നതിന് ശേഷം നാണു ഒന്ന് കൈപൊക്കി. ആശാൻ ഗൗരവത്തോടു കൂടി തന്നെ
ഇനി എന്താണ് നാണു നിനക്കുള്ളത്? എഴുന്നേറ്റ് നിന്ന് തൊഴുതുകൊണ്ട് ആശാനോട് ചോദിച്ചു, ആശാനെ, ആശാൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിരിക്കുകയാണ്. ആശാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് ഞാൻ വന്ന് ഇരിക്കുകയാണ്. ആശാനെ, എനിക്കൊരു സംശയമുണ്ട്. ഇനി ഏത് ദിക്കിൽ നിന്നുള്ള ശ്വാസമാണ് ആശാനെ ഞാൻ എടുക്കേണ്ടത്? തകർന്നുപോയി ആശാൻ. കുമ്മമ്പള്ളി രാമൻപിള്ളി ആശാൻ പിടിവിട്ടു പോയി. തൊഴു കൈകളോടുകൂടി നാണുവിനോട് പറഞ്ഞു, മോനെ, നിനക്കിഷ്ടമുള്ളിടത്തിരിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇത്തരത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇത്തരത്തിൽ പറഞ്ഞു കൊടുത്താൽ മറന്നു പോകും. ഇനി നിങ്ങൾ മറക്കൂ. കുമ്മമ്പള്ളി രാമൻപിള്ളി ആശാൻ നാണുവിനോട് പറഞ്ഞു കൊടുത്തു, പുറകെ പോയിരിക്കാൻ പറഞ്ഞു. നാണു എഴുന്നേറ്റ് നിന്നു. ഏത് ദിക്കിൽ നിന്നുള്ള ശ്വാസമാണ്? ഒരു കുഞ്ഞുങ്ങളും ഇതൊന്നും മനസ്സിലിട്ടുകൊണ്ട് താലോലിക്കുകയാണ്. മനസ്സിലിട്ട് ശ്രീനാരായണ ഗുരുദേവ കഥകൾ, ചരിത്ര സത്യങ്ങൾ താലോലിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് എത്തിക്കണം. താലോലിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളും താലോലിക്കണം. മറ്റ് സമുദായ അംഗങ്ങൾ, ശ്രേഷ്ഠ സമുദായ ക്രൈസ്തവർ, നമ്മൾ ക്രൈസ്തവരെ കണ്ട് പഠിക്കുവാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ. നമ്മൾ കണ്ടു പഠിച്ചവര് ഞായറാഴ്ച ബീഫ് മേടിക്കുന്നു അല്ലേ? നമ്മളും മേടിക്കാൻ തുടങ്ങി. 5 കിലോ ഫ്രിഡ്ജിൽ വെക്കും. അതല്ല പറഞ്ഞത്. അവരുടെ സംഘടിതമായ ആത്മീയ പ്രവർത്തനങ്ങളും അവരുടെ സംഘടിതമായ ഭൗതിക പ്രവർത്തനങ്ങളും ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടി ഭൗതിക സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് അവരുടെ ഇല്ലായ്മയിൽപ്പെട്ട ആളുകൾക്ക് ഉള്ളവരിൽ നിന്ന് പകുത്തു കൊടുക്കുന്നതും നിങ്ങൾ കണ്ടുപഠിക്കേ. ആരെങ്കിലും പഠിക്കുന്നുണ്ട്? ഇവിടെ നമ്മുടെ ശാഖ ഒരു തീർത്ഥാടനം നടത്താൻ പോകുമ്പോൾ അതിനു മുമ്പേ വേറെ തീർത്ഥാടനം നടത്താൻ തയ്യാറായിട്ട് മറ്റുള്ളവരിരിക്കുക. എവിടെ കണ്ടുപിടിക്കാൻ? മനസ്സിലാക്കണം. ഭഗവാൻ അടിസ്ഥാനപരമായി, ജനറൽ സെക്രട്ടറി പറയും, ജനറൽ സെക്രട്ടറിയുടെ ദേവന് വിശപ്പില്ല, ഭക്തർക്കാണ് വിശപ്പ്. എത്ര യാഥാർത്ഥ്യമാണ്. ഭഗവാൻ അത് തന്നെയല്ലേ നമ്മളോട് പറഞ്ഞത്. അടിസ്ഥാനപരമായി നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ, സാധാരണ മനുഷ്യന്റെ അടിസ്ഥാന സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണം. അങ്ങനെ ആ കുട്ടി ആശാനോട് അങ്ങനെ ഒരു 14-15 വയസ്സ് പ്രായമുള്ള സമയത്താണ് ചോദിക്കുന്നത്, ഞാൻ ഏത് ദിക്കിൽ നിന്നുള്ള ശ്വാസമാണ് എടുക്കേണ്ടത് ആശാനെ എന്നുള്ളത്. അപ്പോ ആശാൻ ഇങ്ങോട്ട് പറഞ്ഞ് കണ്ടിരിക്കുന്നു. അങ്ങനെ ആ കാലഘട്ടം കടന്നു പോകുമ്പോഴാണ് ഒരിക്കൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുളക്കടവില് നാണു വീഴുന്നുണ്ട്. അറിയത്തില്ലേ ആ കഥ? കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓടിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോ കല്ലിൽ തട്ടി നാണു വീണു. നാണുവിന്റെ ബോധം പോയി. കൂട്ടുകാരെല്ലാം ഭയങ്കര കൂട്ടുകാരായി മാറി. ആ സമയത്തേക്ക് ഈ പരാതികളും പരിഭവങ്ങളും എല്ലാവരുടെയും മാറി. നാണു ഏവർക്കും പ്രിയങ്കരനായ സതീർത്ഥനായി മാറിയിരിക്കുകയാണ്. ആ സമയത്ത് നാണുവിന്റെ വീഴ്ച, നാണുവിന്റെ മോഹലസ്യപ്പെടൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൂട്ടുകാർക്കും സതീർത്ഥർക്കും ദുഃഖമുണ്ടാക്കി. അവർ ഓടിച്ചെന്ന് നാണുവിനെ കുലുക്കി വിളിച്ചു. നാണു അനങ്ങുന്നില്ല. നാണു ബോധം കെട്ട് പോയിരിക്കുകയാണ്. നാണുവിന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഭയങ്കര വേദനയായി. വിഷമത്തോടു കൂടി ആശാനോട് ചെന്ന് പരാതി പറഞ്ഞു, ആശാനെ, നമ്മുടെ നാണു ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണു, കല്ലിൽ തട്ടി വീണു. നാണുവിന്റെ ബോധം പോയ ആശാനെ, നാണുവിന് അനക്കമില്ല ആശാനെ എന്ന് പറഞ്ഞു. ആശാൻ ഓടി അടുത്തേക്ക് വന്ന് മറ്റൊരു കുട്ടി കൊണ്ടുവന്ന പാത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു പാത്രം സംഭരിച്ചുകൊണ്ട് അല്പം ജലമെടുത്തുകൊണ്ട് ഈ കുട്ടിയുടെ നാണുവിന്റെ മുഖത്തേക്ക് തളിച്ചു. 3-4 ആവർത്തി തളിച്ചു കഴിഞ്ഞപ്പോ നാണു കണ്ണു തുറന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഓടിക്കളിച്ച് കൂട്ടുകാരുമായിട്ട് ഓടിക്കളിച്ച് നടക്കുമ്പോൾ വീഴും അല്ലെ? വീട് കഴിയുമ്പോഴത്തേക്കും അമ്മമാരും അച്ഛന്മാരും ആരാണോ രക്ഷകർത്താക്കൾ ഓടിച്ചെന്നിട്ട് അല്ലെ അടുത്തുള്ള മുതിർന്ന ആളുകൾ ഓടിച്ചെന്നിട്ട് മുഖത്തോട്ട് വെള്ളം തെളിക്കുമ്പോൾ കൊച്ച് എഴുന്നേക്കും, കണ്ണു തുറക്കും. അപ്പൊ നമ്മൾ എന്നാ ചോദിക്കും? നിനക്കെന്നാ പറ്റിയെന്ന് ചോദിക്കും. പക്ഷേ ഞാൻ ഏത് ദിക്കിൽ നിന്നുള്ള ശ്വാസമാണ് എടുക്കേണ്ടത് എന്ന് കുമ്മമ്പള്ളി രാമൻപിള്ളി ആശാനോട് ചോദിച്ച നാണുവിനോട് ആശാൻ ചോദിച്ചത്
മോനെ നാണു നിനക്കെന്നാ പറ്റിയെന്നല്ല, മോനെ നാണു നീ എന്താണ് കണ്ടത്, നീ എന്താണ് കണ്ടത്? അതിന് മറുപടിയായി നാണു പറഞ്ഞു കൊടുത്തു. ഭൂയോ വൃത്തി നിവൃത്തിയായി. എന്തുവാ ആശാനെ? ഞാൻ കണ്ടത് മായാ മൂടുപടത്തിൽ നിന്നും ലോകത്തെ പരിരക്ഷിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ഞാൻ കണ്ടത്. ഭഗവാനുമായിട്ട് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനും മുമ്പ് വരെ കണ്ട ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായിരുന്ന അമ്മാവനെ കൊന്ന ശ്രീകൃഷ്ണനായിരുന്നു. പക്ഷേ നാണു ഇതാ തന്റെ 16ാമത്തെ വയസ്സിൽ ഒരു ദിവ്യ ശ്രീകൃഷ്ണ സ്വരൂപം പരിചയപ്പെടുത്തി കൊടുത്തു. പറഞ്ഞു കൊടുക്കണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്? വേണോ? ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ തെറ്റുണ്ടോ? തെറ്റുണ്ടോ? പോരാ. തെറ്റുണ്ടോ? അങ്ങനെ പറ. അവിടെ നിന്നും അനക്കമില്ല. അപ്പോ ഇത്തരത്തിൽ വേണം നമ്മൾ കാര്യങ്ങള് അപഗ്രഥിച്ച് പഠനം നടത്തി വാദിക്കാനും. ഇതൊന്നും വാദിക്കാനും ജയിക്കാനും അല്ല കേട്ടോ, അറിയാനും അറിയിക്കാനും വേണ്ടി മാത്രം. അറിയിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്ത? നമ്മുടെ ഉത്തരവാദിത്ത. വേറെ ആരും അറിയിക്കത്തില്ല പ്രിയപ്പെട്ടവരെ, വേറെ ആരും അറിയിക്കത്തില്ല. ഗുരുവിനെ മറച്ചു പിടിക്കുവാനായിട്ട് മറ്റുള്ള ആളുകൾ ശ്രമിക്കും തോറും ഗുരുവിനെ തെളിച്ചു കാണിക്കുവാൻ നമ്മൾ അഹോരാത്രം പണിപ്പെടണം, അഹോരാത്രം പണിപ്പെടണം. കാരണം ഗുരുവാണ് സത്യം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു ആയുധം കയ്യിലില്ലാത്ത ദേവതാ സങ്കല്പമുണ്ട് എങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കൂ. ഒരു വിഗ്രഹ സങ്കല്പമുണ്ട് എങ്കിൽ എല്ലാ മതവും ഏത് സമുദായത്തിലും ഏത് വിഭാഗത്തിലുമായിക്കൊള്ളട്ടെ, ഒരു ദേവതാ സങ്കല്പത്തിന് ആയുധത്തിന്റെ ഒരംശം പോലും സമീപത്ത് പോലും ഇല്ലാതിരിക്കുന്നുണ്ട് എങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവ സങ്കല്പത്തിൽ മാത്രമാണ്. അല്ലേ? ആണോ? ഇതിനെ സമ്മതിക്കാൻ മടി. ചിന്തിച്ചു നോക്കാം. ഇനി നമ്മൾ ആളുകളോട് പരിചയപ്പെടാം. നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ ആരാണ് എന്ന് മറ്റുള്ള ഒരു സമുദായത്തിലെ ഒരാള് അല്ലെ ഇതര വിശ്വാസിയായിട്ടുള്ള ഒരാളോട് നമ്മളോട് ചോദിക്കുമ്പോൾ അത് SNDP-ക്കാരുടെ നാരായണ ഗുരുസ്വാമി നല്ല പറയേണ്ടത്. നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഒരു ആയുധ സങ്കല്പം സമീപത്ത് പോലും ഇല്ലാത്ത ഒരു വിഗ്രഹ മൂർത്തി ഉണ്ട് എങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവനാണെന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പൊ അവര് വീട്ടിൽ അന്നേരം ഒന്നും മിണ്ടത്തില്ല, വീട്ടിൽ ചെന്ന് ചിന്തിക്കും, എടാ നമ്മുടെ ആരാധിക്കുന്നതിന് ഉണ്ടല്ലോ വ്യാളിയുടെ അകത്തോട്ട് കുത്തുന്ന ഒരു കുന്തവുമായിട്ട് നിൽക്കുന്ന ആള് ഇവിടെയാണ്. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കണം, ചിന്തിക്കണം, മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഗുരുവിന്റെ 12 മണിയായി. എത്ര മണിയാ? നിർത്താറാകുമ്പം പറയണം. അപ്പോ ഗുരുവിന്റെ ഈ ദിവ്യമായ സങ്കല്പം നമുക്ക് പര്യവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഗുരു അവിടുന്ന് പിന്നീട് ഗുരുവിന് ഉദരരോഗമൊക്കെ വന്ന് തിരികെ പോരുവാണ് അല്ലേ. പാർണപ്പള്ളി തറവാട്ടിൽ നിന്ന് അസുഖം വരുന്നു. അസുഖം വന്നു കഴിയുമ്പോൾ ഗുരുവിനെ തിരികെ കൊണ്ടുവരുന്നു. ഗുരുവിനെ തിരികെ കൊണ്ടുവന്നു കഴിഞ്ഞ് ഗുരു അവിടെ കുടിപ്പള്ളിക്കൂടമൊക്കെ കെട്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഗുരു പിന്നീട് ഗുരുവിൻ്റെ പ്രഥമ അവധൂത സഞ്ചാരത്തിലേക്ക് കടക്കുന്നു. ആ അവധൂത സഞ്ചാരത്തിൻ്റെ ഭാഗമായി ഗുരു ആ പോകുന്ന ഇടയ്ക്ക് സതീർത്ഥ്യനായിട്ട് കൂടുന്ന ആരാണ്? കുഞ്ഞമ്പിള്ള കൂടുന്നുണ്ട്. ആ കുഞ്ഞമ്പിള്ള പിന്നീട് രാമപിള്ളയാണ്. പിന്നീട് ഗുരുവിൻ്റെ ഗുരുവാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഗുരുവിൻ്റെ സതീർത്ഥ്യനായിട്ടുള്ള ചട്ടമ്പിസ്വാമികളാണ് പിന്നീട്. ആ ചട്ടമ്പിസ്വാമികളുമായിട്ട് തൈക്കാട്ട് അയ്യാവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. തൈക്കാട്ട് അയ്യാവിൻ്റെ അടുത്ത് നിന്ന് മരുത്വാമലയിൽ പോകുന്നുണ്ട്. 12-ന് നിർത്തേണ്ടത് കൊണ്ടാണ് കേട്ടോ. മരുത്വാമലയിൽ നിന്ന് പിള്ളത്തടം ഗുഹയിൽ ഇരിക്കുന്നുണ്ട്. പിള്ളത്തടം ഗുഹയിൽ നിന്ന് തിരികെ അരുവിപ്പുറത്തേക്ക് വരുന്നുണ്ട്. അരുവിപ്പുറത്തേക്ക് വന്നിട്ട് വീണ്ടും അവധൂത സഞ്ചാരത്തിനിടയിൽ പല പല കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് വീണ്ടും അരുവിപ്പുറത്ത് വന്ന് ഗുരു അവിടെ
തപസ്സനുഷ്ഠിച്ചുകൊണ്ട് ആളുകൾക്ക് അനുകമ്പാദായകനായ ഈശ്വര സ്വരൂപത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു പ്രയാണത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. അങ്ങനെ ആ തുടക്കം കുറിക്കുന്ന സമയത്ത് അരുവിപ്പുറം പ്രതിഷ്ഠയിലേക്ക് എത്തിച്ച് നമുക്ക് നിർത്താം. ആ തുടക്കം കുറിക്കുന്ന സമയത്താണ് അവിടെയുള്ള പുലിവാതിക്കൽ എന്ന് പറയുന്ന ഒരു പ്രമുഖ കുടുംബത്തിൽ നിന്നും ഒരു കാരണവര് ഒരു സ്ഥലത്ത് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗുരുവിന്റെ സമീപത്തുകൂടി പോകുന്നു. എവിടെ പോവുകയാണ്? വിഷ്വലൈസേഷൻ ആണ് കേട്ടോ, വിഷ്വലൈസ് ചെയ്തോണം. എവിടെ പോവുകയാണ്? സ്വാമി, ഞാൻ അമ്പലത്തിൽ പോവുകയാണ്. അങ്ങനെ നാമും കൂടെ വരട്ടെ, സന്തോഷമാകും സ്വാമി. സ്വാമി കൂടെ വന്നാൽ, എൻ്റെ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ സ്വാമിയും കൂടെ വന്നാൽ സന്തോഷമല്ലേ? സ്വാമി കൂടെ പോയി. അങ്ങനെ ഈ കാരണവരുമായിട്ട് കുറച്ചധികം ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ സ്വാമി കുറച്ച് സ്ഥലത്തേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ സ്വാമി ഒരു ഇരിപ്പിടം കണ്ടു. സ്വാമി അവിടെ കയറിയിരിക്കുകയാണ്. സ്വാമി അവിടെ സുഖമായിട്ടിരിക്കുന്നു. ഈ കാരണവര് വീണ്ടും മുന്നോട്ട് നടക്കുന്നു. മുന്നോട്ട് നടന്ന് കുറച്ചധികം അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പലക വെച്ചിട്ടുണ്ട്. എന്താ? നമ്മുടെ പൂർവികരൊക്കെ അനുഭവിച്ചിട്ടുള്ള പലകയാണ് തീണ്ടാപ്പലക എന്ന് പറയുന്നത്. തീണ്ടാപ്പലകയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടത്തേക്ക് കാഴ്ചദ്രവ്യങ്ങളും നാണയത്തുട്ടുകളും ഒക്കെ ക്ഷേത്രത്തിലേക്കുള്ളത് അവിടെ കൊടുക്കുന്നു. അവിടെ കൊടുത്തതിന് ശേഷം വേറെ ഒരു മരത്തണലിലേക്ക് മാറി, മരത്തിന്റെ ചൂട്ടിലേക്ക് മാറി സ്വല്പം ഭയഭക്തി ബഹുമാനത്തോടു കൂടി മറഞ്ഞു നിൽക്കുകയാണ്. സ്വാമി ഇതെല്ലാം ദൂരെ നിന്ന് കാണുന്നുണ്ട്. പാറപ്പുറത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്നും ഒരു പുരോഹിതൻ വന്നുകൊണ്ട് ഈ കാഴ്ചദ്രവ്യങ്ങളും നാണയത്തുട്ടുകളും എടുത്തുകൊണ്ട് പോകുന്നു. തിരിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് തിരികെ വന്ന് അല്പം ചന്ദനവും പ്രസാദവും പുഷ്പങ്ങളും എല്ലാം കൂടെ ഒരു കല്ലിനെ ലക്ഷ്യമാക്കി എറിയുമ്പോൾ ഈ മരച്ചുവട്ടിൽ നിന്നും വളരെ വേഗത്തിൽ വന്ന് തൻ്റെ മേൽമുണ്ടിൽ ഈ പ്രസാദം സ്വീകരിച്ചുകൊണ്ട് തിരിച്ച് സ്വാമിയുടെ അടുത്തേക്ക് വരികയാണ്. സ്വാമി ചോദിക്കുകയാണ്, തൊഴുതോ? വിഷ്വലൈസേഷൻ ആണ് കേട്ടോ, കണ്ടോണം കേട്ടോ. തൊഴുതോ? തൊഴുതോ സ്വാമി? വല്ലതും കണ്ടോ? ഇല്ല സ്വാമി, ഒന്നും കാണാൻ പറ്റി. എങ്ങനെ കാണാൻ? അവിടെ കാതങ്ങൾ ദൂരം മാറിയാണ് സംഭവം കിടക്കുന്നത്. സ്വാമി ചോദിക്കുകയാണെന്ന് വിചാരിച്ചു, എന്തിന് ഈ പണിക്ക് പോകുന്നു? സ്വാമി, ഞങ്ങൾക്ക് ആരാധിക്കുവാൻ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ഒരു ഈശ്വര സ്വരൂപമില്ല സ്വാമി. അങ്ങനെയോ? അങ്ങനെയെങ്കിൽ നാം നിങ്ങൾക്കൊന്ന് തരട്ടെ. സന്തോഷമാകും സ്വാമി, സന്തോഷമാകും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അരുവിപ്പുറത്തേക്ക് വീണ്ടും നടന്നു വരികയാണ്. അരുവിപ്പുറത്തിന്റെ സമീപത്തേക്ക്, നെയ്യാറിന്റെ സമീപത്തേക്ക് എത്തി. നെയ്യാറിന്റെ സമീപം ഒരു പാറയെ പീഠമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ആസൂത്രണ വൈദഗ്ധ്യം നമ്മളിലേക്ക് മനസ്സിലാക്കി തരുന്ന ഏതൊരു പരിപാടിയും നമ്മളോർക്കും. നമ്മുടെ ശാഖകളിലാകട്ടെ, നമ്മുടെ വീടുകളിലാകട്ടെ, കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് വിജയിപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഏതാണ്ട് മിടുക്കാണെന്നല്ല. പക്ഷെ ഇതെവിടുന്ന് കിട്ടിയതാ? ഈ ആസൂത്രണ വൈദഗ്ധ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 100 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത് സ്വരൂപൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അരുവിപ്പുറത്തെ ഒരു പാറയെ പീഠമാക്കി സങ്കല്പിച്ചുകൊണ്ട് ശിവരാത്രി നാളിൽ പ്രതിഷ്ഠാ നിർവഹണത്തിനുള്ള കാര്യങ്ങൾ കുറിച്ചുകൊണ്ട് ആ പാറയ്ക്ക് ചുറ്റും, ആ പാറപ്പുറത്തിന് ചുറ്റുമായിട്ട് കുരുത്തോലകളും നാഗസ്വരങ്ങളും ഏർപ്പാട് ചെയ്തുകൊണ്ട് പഞ്ചാക്ഷരി മന്ത്രങ്ങൾ മുഖരിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അന്നേ ദിവസം ആ ശിവരാത്രി നാളില് അർദ്ധരാത്രിയോടനുബന്ധിച്ച് ഭഗവാൻ എവിടെ മുങ്ങുന്നത്? നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ മുങ്ങുന്നത്. ആർത്തിരമ്പി വരുന്ന നെയ്യാർ. ഏത് മാസം? കുംഭമാസത്തിൽ എവിടെയെങ്കിലും ആർത്തിരമ്പി നെയ്യാർ വരുമോ? കുംഭമാസം അല്ലേ? ഭഗവാൻ ഭക്തിയും യുക്തിയും സമമായിട്ട് ചേർത്താണ്. നമ്മൾ ചിന്തിക്കണം. അന്ധവിശ്വാസങ്ങളിലേക്ക് ഭക്തിയും യുക്തിയും സമമായിട്ട് ചേർക്കണം. നെയ്യാറിന്റെ ശങ്കരൻ കുഴി എന്ന് പറയുന്ന അതീവ ഗർത്തത്തിലേക്ക് ഭഗവാൻ ഊളിയിട്ടിറങ്ങി അവിടെ നിന്നും മറ്റൊരു ശിലാഖണ്ഡത്തെ ഉയർത്തിയെടുത്തുകൊണ്ട് വന്നുകൊണ്ട് ഈ അരുവിപ്പുറത്തെ പാറപ്പുറത്തേക്ക് വെക്കുന്ന സമയത്ത് ആ വേളയിൽ അതിഭയങ്കരമായ ഒരു കാന്തിക പ്രസരണവും പ്രകാശവും അവിടെ ഉണ്ടായി. ശിവലിംഗദാസ സ്വാമികൾ ഓം ബ്രഹ്മണേ മൂർത്തിമതേ സിദാനാം ശുദ്ധിഹേതവേ
അവിടെയാണ് ആരംഭിച്ചത്, അല്ലേ? ആർക്കും ഒന്നും കാണാൻ പറ്റി. 139 വർഷമാണ്. ഭഗവാന് പ്രായം 32 വയസ്സ്. എന്തേ? നിറഞ്ഞ യൗവനത്തിലുള്ള ആ ഭഗവാന്റെ തിരുസ്വരൂപം നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ഇതിനു മുമ്പായിട്ട് ഉണ്ട് എങ്കിൽ അവർ കൈപൊക്കാം. എന്തേ ഇല്ലാതെ പോയത്? 32ാമത്തെ വയസ്സിൽ 139 വർഷമായി ഈ കഴിഞ്ഞ ശിവരാത്രി നാളിൽ ലോക അത്ഭുതങ്ങളിൽ പെടേണ്ടതല്ലേ? 1000 ഡിഗ്രി സെൽഷ്യസ് വേണമെന്നാണ് സയൻസ് പറയുന്നത്. ഏതാ? 2 കല്ലുകൾ ഉരുകിച്ചേരണമെങ്കിൽ. തന്റെ കണ്ണീരിനാൽ പാരിൽ ധർമ്മം പുലർത്താൻ യദുകുലെ പണ്ടെന്ന പോൽ ഈഴവന്മാരിൽ സ്വാമി പിറന്ന നാൾ ഏവർക്കും ഓണമഹോത്സവം. യദുകുലത്തിൽ ധർമ്മം പുലർത്തുന്നതിന് വേണ്ടി യദുകുലത്തിൽ ശ്രീകൃഷ്ണൻ അവതരിപ്പിച്ചതുപോലെ ഈഴവന്മാരിൽ ഇതാ ഒരു സ്വാമി പിറന്നിരിക്കുകയാണ്. ആ സ്വാമി നടത്തിയ അത്ഭുത പ്രവൃത്തിയാണ് ലോകത്തിന് മുമ്പിൽ ഭാരതീയ യുവത്വത്തിന്റെ പ്രതീകമായി നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും വിവേകാനന്ദ സ്വാമികളാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കണ്ടേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു മുന ഇട്ടുകൊടുക്കേണ്ടേ, ലോക യുവത്വത്തിന്റെ പ്രതീകമായി മാറണ്ടേ. 32ാമത്തെ വയസ്സിൽ 2 ശിലകളെ ഒന്നിച്ചു ചേർത്ത ആ തിരു അവതാര പുരുഷൻ 139 വർഷമായിട്ട് ഇന്നും പിളരാതെ അടർത്തി മാറ്റാൻ കഴിയാതെ ആ ശിലകൾ അവിടെ നിൽക്കുന്നുണ്ടേ എങ്കിൽ എന്തേ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാറുവാൻ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് കഴിഞ്ഞിട്ടില്ല? പ്രചരണത്തിന്റെ കുറവ്, അറിവില്ലായ്മയുടെ കുറവ്. നമ്മൾ അറിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ പ്രചരിപ്പിക്കാൻ? ശരിയാണോ? പ്രിയപ്പെട്ടവരെ, സമയം അതിക്രമിച്ചതുകൊണ്ട് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി ഭഗവാന്റെ ആ ദിവ്യ സ്വരൂപത്തെ ഇത്തരം ഒരു വേറിട്ട ആംഗിളിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് അല്പമെങ്കിലും വീട്ടിൽ ചെല്ലുമ്പം പറയുമോ, ഇന്ന് എന്നാ പറഞ്ഞെന്ന് എനിക്കറിയാൻ മേലെന്ന് പറയോ? ആരെങ്കിലും പറയോ? ആരെങ്കിലും ചോദിക്കൂ, വീട്ടുകാരൊക്കെ ചോദിക്കൂ. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ അടുത്തുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ അയൽക്കാരോട് പറഞ്ഞു കൊടുക്കണം. ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ അവതരിപ്പിക്കേണ്ടത് വ്യത്യസ്തമായ ഇത്തരം ആംഗിളിലൂടെയാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അത് സുവർണ ശോഭയോടുകൂടി അവരുടെ ജീവിത അന്ത്യകാലം വരെയും ശോഭിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ശോഭിക്കുന്ന ഒരു കുഞ്ഞും വഴിതെറ്റി പോവുകയില്ല എന്നുള്ളത് 26ാം നമ്പർ മറിയപ്പള്ളി ശാഖയുടെ ഈ പുണ്യഭൂമിയിൽ വെച്ച് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യമായ അനുഗ്രഹ സാന്നിധ്യത്താൽ ഇവിടെ ഉറപ്പായിട്ടും നമുക്ക് നടത്തിയെടുക്കാമെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി ഇത്രയും നേരം എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും ഗുരുവിന്റെ ദിവ്യമായ അനുഗ്രഹം ഈ കുംഭമാസത്തിലെ ചതയം നാളിൽ ധാരാളമായി പ്രവഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ പുണ്യ പദയാത്ര, നാഗമ്പടം തീർത്ഥാടന പദയാത്ര നടത്തിയ മറിയപ്പള്ളി 26ാം നമ്പർ ശാഖയുടെ ഭരണകർത്താക്കളുടെ ആ ദീർഘമായ വീക്ഷണ കാഴ്ചപ്പാടിനെ അങ്ങേയറ്റം പ്രശംസിച്ചുകൊണ്ട് അതിന്റെ ഭാഗമാകുവാനായിട്ട് ഈ ഉള്ളവൻ ഈ മണ്ണിൽ ഈ പുണ്യഭൂമിയിൽ അന്നേ ദിവസം വന്നു നിൽക്കുവാനായിട്ട് സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് ഗുരുവിന്റെ ദിവ്യമായ അനുഗ്രഹമാണ് എന്നുള്ള ഉൾബോധത്തോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. നമസ്കാരം. ഇത്രയും സമയം നല്ല ഒരു പ്രഭാഷണം നടത്തിയ കൂരപ്പട ശാഖായോഗത്തിന് സെക്രട്ടറി ശ്രീ രാജീവ് കൂരപ്പടയ്ക്ക് മറിയപ്പള്ളി 26ാം മുസ്ലിം ശാഖായോഗത്തിൻ്റെ പേരിൽ നമ്മളുടെ ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്.